അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, ദീർഘമായ ആമുഖം പറയാതെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മനുഷ്യന്റെ ആരോഗ്യപരമായ കാലഘട്ടത്തെയാണ് യൗവനം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതടിസ്ഥാനത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും യുവാക്കളായിരിക്കും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയിൽ മുഖ്യമായ പങ്ക് വഹിച്ച ഒരു വിഭാഗം യുവാക്കളായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമുമായി വന്ന സന്ദർഭത്തിൽ ആ സത്യ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന കൂട്ടര് ഒരു വിഭാഗം യുവാക്കളായിരുന്നു. ലദ്ദത്തുൽ ഗിശ്ശി സിഹത്തും വശബാബുൻ എന്നല്ലേ, ജീവിതത്തിന്റെ സുഖം അത് ആരോഗ്യത്തിലും അതുപോലെ തന്നെ യുവത്വത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ആ സുഖമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സുഖം തീരുന്നതിന് മുമ്പ് അഥവാ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതിന്റെ മുമ്പേ ഒരുപാട് ദൗത്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് കടമകൾ നമുക്കുണ്ട്. ധാർമ്മികതയുടെ പര്യായങ്ങളായി വിപ്ലവങ്ങൾ സൃഷ്ടിക്കേണ്ടവരാണ് നമ്മൾ യുവാക്കൾ. ഏറ്റവും അധികം ചതിയിലും വഞ്ചനയിലും ചെന്ന് ചാടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. സ്വന്തം ശരീരത്തെ ഈ ഒരു അവസരത്തിൽ അഥവാ യൗവന കാലഘട്ടത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. പലപ്പോഴും അത് സാധിക്കാത്തതിന്റെ പേരിലാണ് നമ്മുടെ നാടുകളിൽ അനിഷ്ടമായ പല സംഭവങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാനും കേൾക്കാനും ഇടവരുന്നത്. അനിഷ്ടമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ദുനിയാവിനോട് ചെറിയ തോതിലെങ്കിലും ഒരു വെറുപ്പ്, വ്യക്തമായിട്ടല്ല ചെറിയ തോതിലെങ്കിലും ഒരു വെറുപ്പ്, ആഖിറത്തിനോടൊരു വിധേയത്വമുള്ള ആളുകളെ നമ്മൾ റോൾ മോഡലാക്കി കൊണ്ട് നടക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ റോൾ മോഡൽ ആരാണോ അവന്റെ കൂടെ ആയിരിക്കും നാളെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ മർഉ മഅ മൻ അഹബ്ബ എന്നല്ലേ, ആരെ ഇഷ്ടം വെക്കുന്നുവോ അവന്റെ കൂടെയാണ്. അവൻ സ്വർഗത്തിലാണെങ്കിൽ അവന്റെ കൂടെ ആയിരിക്കും, അവൻ നരകത്തിലാണെങ്കിൽ അവന്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല അസ്ഹാബുൽ കഹ്ഫിനെ പോലുള്ള യുവാക്കളെ നമ്മൾ മാതൃകയാക്കി കൊണ്ട് നടക്കുക. നമ്മളൊക്കെ റോൾ മോഡലുകൾ ആരാണ്? ഒരു വിഭാഗം യുവാക്കളുടെ റോൾ മോഡലുകൾ സെലിബ്രിറ്റികളാണ്, പ്ലേയേഴ്സുകളാണ്, ബ്ലോഗേഴ്സുകളാണ്. എല്ലാ സമയത്തും ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിലും റീൽസ് കണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഓരോ വ്ളോഗേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുവോ അവരെ പിൻപറ്റി നടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ മക്കളെ റോൾ മോഡൽ ആരാണ്? ഒരു പറ്റും ഈ മക്കളുടെ റോൾ മോഡൽ തൊപ്പിയും കുപ്പിയും ഒക്കെയാണ്. അവരെ പിൻപറ്റി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിയിട്ടുണ്ട്. തൊപ്പി, ഇൻസ്റ്റഗ്രാമിൽ തൊപ്പി എന്ന പേജുള്ള ചെറുപ്പക്കാരൻ എവിടെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും സ്കൂളും മദ്രസൊക്കെ ഒഴിവാക്കി നമ്മുടെ മക്കൾ അവിടെ ഓടിയെത്തുകയാണ്. മലപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്തിൽ നിന്നും കാസർഗോഡിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് വരെ മക്കൾ തൊപ്പിയെ കാണാൻ വേണ്ടി ഓടിയെത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? തെറിപ്പാട്ട് ഒന്നിച്ചു പാടാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മക്കളുടെ റോൾ മോഡലുകൾ. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ പിൻപറ്റേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിനെ പോലെയുള്ള യുവാക്കളെയാണ്. ദഖിയാനോസ് ചക്രവർത്തി റോമ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അഫ്സൂസ് പട്ടണത്തിൽ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു പോയ ഒരു പറ്റം യുവാക്കളുടെ ചരിത്രത്തെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. അവരെ കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നഹും ഫിത്യത്തുൻ എന്ന പേരിലാണ്. അവരും യുവാക്കളായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ, അവരും യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർക്ക് സന്മാർഗ്ഗ ബോധം അധികരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള ഒരു പറ്റം യുവാക്കളാണ് സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു പോയിട്ടുള്ളത്. ഇന്ന് യുവതക്ക് വഴിതെറ്റാനുള്ള അവസരങ്ങൾ ഏറെയാണ്. ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതിന് യുവത വഴിതെറ്റാനുള്ള ഒരു പ്രധാന കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് അയിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം ദീൻ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
അയിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് അയിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം ദീൻ അനുവദിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അയിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ദീന് വിടുക എന്നുള്ള മാർഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്ന് നിരീശ്വരവാദികളും മതനിരാസക്കാരും ഫ്രീ തിങ്കേഴ്സും അധികരിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. മറ്റുള്ള മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിൽ അയിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതിനെ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ നിന്ന് പോയിട്ട് ദീനിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദയിൽ പഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, അഥവാ അസ്കർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ദീനിനെ പച്ചക്ക് തിന്നുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ കാണാൻ ഇടവന്നു. വളരെ ഖേദത്തോടു കൂടിയാണ് ആ വീഡിയോ നമ്മളൊക്കെ കണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, കുഫറിനേക്കാൾ ഗൗരവമാണ് മുർത്തദ്ദാക എന്ന് പറഞ്ഞാൽ. ഒരാളായി കാഫിറായി ജനിച്ചു, കാഫിറായി മരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് മുസ്ലിമായി ജനിച്ച് മുർത്തദ്ദായി മരണപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവത ശ്രദ്ധിച്ച് വഴിതെറ്റാനുള്ള മാർഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് വേണം ജീവിക്കാൻ. മറ്റൊരു വിഭാഗം യുവതക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നിനോ നേരില്ല. അവർ ഏതോ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു എന്നുള്ള ബോധം അവർക്കില്ല. ലഹരിക്ക് അഡിക്റ്റായി കൊണ്ട് അത് കിട്ടാഞ്ഞാൽ മാനസിക വിഭ്രാന്തി വരെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ യുവത എത്തിയിട്ടുണ്ട്. കൂടുതലൊന്നും ഉദാഹരണം പറയുന്നില്ല, ചെറിയൊരു ഉദാഹരണം പറയാം. എന്റെ കുടുംബക്കാരനും അയൽവാസിയുമായി ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പം മുതലേ ബ്രൗൺ ഷുഗറിന് അഡിക്റ്റായ ഒരു മനുഷ്യൻ. ബ്രൗൺ ഷുഗറിന് അഡിക്റ്റായി എന്ന് മാത്രമല്ല, അത് കിട്ടാഞ്ഞാൽ മാനസിക വിഭ്രാന്തി വരെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രത്തോളം ഗൗരവമുള്ളതാണ്. 10ാം ക്ലാസ് മുതലേ അത് ഉപയോഗിച്ചു തുടങ്ങി 450 രൂപന്റെ ഒരു പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ അതിന്റെ കിക്കാണ്. ആ 24 മണിക്കൂർ തീരുമ്പോഴേക്കും അടുത്ത പാക്കറ്റ് വാങ്ങി ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ബ്രൗൺ ഷുഗറിന്റെ ട്രെൻഡുകളൊക്കെ പോയി. ഇന്ന് ബ്രൗൺ ഷുഗർ എവിടെയും കിട്ടാനില്ല. അതിന് പകരം ഇന്ന് MDMA-യും കഞ്ചാവുമായി മാറിയിട്ടുണ്ട്. MDMA ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗത്തിൽ സുലഭമായി വന്നിട്ടില്ല. ഉപയോഗത്തിൽ ഏറ്റവും അധികം യുവാക്കളിലേക്ക് അത് എത്തിയിട്ടില്ല. ലൈംഗിക തൊഴിലാളികൾ MDMA ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു അവരുടെ ലൈംഗിക ആസക്തിക്ക് വേണ്ടി. ഇന്നത് നമ്മുടെ യുവാക്കൾ ഉപയോഗിക്കുകയാണ്. MDMA ഉപയോഗിക്കുന്ന ഒരു യുവാവിന് കഞ്ചാവ് കൂടി കൂട്ടത്തിൽ വേണം. നമ്മുടെ യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും കൂടി കിളി പോകണമെങ്കിൽ MDMA കഞ്ചാവും കൂടി ഒന്നിച്ചു വേണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വലിയ ഗൗരവമാണ്. ഈ ചെറുപ്പക്കാരൻ ബ്രൗൺ ഷുഗറിന് അഡിക്റ്റായി എന്ന് മാത്രമല്ല, ഇന്ന് കഞ്ചാവും MDMA-യുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ചെറുപ്പക്കാരൻ അതിശക്തമായ പനി വന്നു എന്ന് വെച്ചാൽ എത്രത്തോളം സ്വന്തം ഫോൺ എടുത്തുകൊണ്ട് കൂട്ടുകാരനെ വിളിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ പനി വന്നപ്പോ വിറച്ച് പനിക്കുന്നുണ്ട്. 2-3 ദിവസമായി കിടക്കപ്പായിൽ നിന്ന് എണീക്കാൻ വയ്യ. ഒരുപാട് ആളുകൾ കാണാൻ വന്ന സമയത്തൊക്കെ അവരെ കെട്ടിപ്പിടിക്കലും കരയലും ദ്വാരിക്കണം എന്ന് പറയലൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ കണ്ടാൽ ഒരു മനുഷ്യനെ മീൻ ചെയ്യാത്ത ആളാണ്. ഈ സാധനം കിട്ടാത്തതിന്റെ പേരിൽ, അഥവാ MDMA-യും കഞ്ചാവും കിട്ടാത്തതിന്റെ പേരിൽ മാനസിക വിഭ്രാന്തി കാണിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത്, ഇത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് ലഹരിന്റെ ഗൗരവം എത്രത്തോളം എത്രത്തോളം ഗൗരവത്തിലേക്ക് ലഹരി എത്തിയിട്ടുണ്ട്. കൂട്ടുകാരന്റെ കഴുത്തറുത്ത് കൊന്നത് നമ്മുടെ നാട്ടിലാണ്. 2 ചെറുപ്പക്കാരന്റെ കഴുത്തറുത്ത് കൊന്നത് എന്തിന്റെ പേരിലാണ്? ലഹരിയുടെ പേരിലാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ബാംഗ്ലൂരിൽ വെച്ച് MDMA-യുമായി നാർക്കോട്ടിക് വിഭാഗം പിടികൂടുന്നത്. എല്ലാ സമയത്തും എല്ലാ വക്തിലും പള്ളിയിലേക്ക് വരുന്ന പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളാണ്. അവരെവിടെ പേച്ചു? അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നതാണ് ഈ രക്ഷിതാക്കൾ ചെയ്ത തെറ്റ്. നമ്മുടെ നാട്ടിൽ MDMA-യും കഞ്ചാവും വ്യാപകമായിട്ടുണ്ട്. യുവാക്കളൊക്കെ അതിന് അഡിക്റ്റായി കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. കൊറിയർ സർവീസ് വരെ
മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മയക്കുമരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊറിയർ സർവീസ് വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കും. എന്തിനധികം പറയണം, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വരെ മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പോ വളരെ ഖേദകരമാണ്, വളരെ വേദനയാണ് തോന്നിപ്പോയത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ കുറിച്ച് ചോദ്യം ചെയ്തു അവര് പറഞ്ഞു ഇതിന്റെ ഗൗരവത്തെ കുറിച്ച്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയെ ലഹരി വിൽപ്പന നടത്തി പിടിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇത്രത്തോളം നമ്മുടെ അടുക്കളയിൽ വരെ ലഹരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ വീടിന്റെ അകത്തലങ്ങളിൽ മിണ്ടാതിരിക്കുമ്പോ എന്റെ മോനൊന്നും ചെയ്യില്ല എന്ന തെറ്റിദ്ധാരണയാണ് പല രക്ഷിതാക്കളെയും വഷളത്തിൽ ആക്കുന്നത്. എന്റെ മോനൊന്നും ചെയ്യില്ല എന്നുള്ള തോന്നൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കൾ മൗനമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ വീക്ഷിക്കണം. അവരെന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നാണ്, അഥവാ പിഞ്ചു പൈതലായ നമ്മളെയാണ് യുവത എന്നുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നുമല്ലാത്ത നിലയിലേക്കും വാർദ്ധക്യത്തിലേക്കുമാണ് നമ്മൾ പോകാനുള്ളത്. നമ്മുടെ തലമുടിയും നമ്മുടെ താടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വാർദ്ധക്യത്തിലേക്കാണ് പോകാനുള്ളത് എന്ന് ചിന്തിച്ചാൽ എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിച്ച യുവാക്കളാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിച്ച യുവാക്കളാണ് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഒരിക്കലും അനീതിയുടെയും തിന്മയുടെയും പിന്നാലെ പോയി നമ്മുടെ സമയം നമ്മൾ വേസ്റ്റാക്കരുത്. യുവാക്കൾ ഒരിക്കലും അനീതിയുടെയും അധർമ്മത്തിന്റെയും പിന്നാലെ പോയി നമ്മുടെ സമയം കളയരുത്. മനുഷ്യർക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകരിക്കുന്നവരെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു യുവാവായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.